ഭീകരവിരുദ്ധ സ്ക്വാഡ് വിപുലീകരിക്കണമെന്ന് DGP. നിലവിലെ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശുപാർശ. ആഭ്യന്തര വകുപ്പിന് ശുപാർശ കൈമാറി ഭീകരവിരുദ്ധ സേന നോക്കുകുത്തിയാകുന്നുവെന്ന വിമർശനങ്ങൾക്കിടെയാണ് നീക്കം. നിലവിലെ അംഗബലം പര്യാപ്തമല്ലെന്നും DGP പറഞ്ഞു. 2019 മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ മാതൃകയിൽ കേരളവും ഭീകരവിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുന്നത്. ശ്രീലങ്കയിൽ ഈസ്റ്റർ ദിനത്തിൽ നടന്ന സ്ഫോടനത്തിൽ മലയാളികൾക്കും പങ്കുള്ളതായി കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു തീരുമാനം. 35 ഉദ്യോഗസ്ഥരായിരുന്നു എറണാകുളം കേന്ദ്രീകരിച്ച് രൂപീകരിച്ച ഭീകരവിരുദ്ധ സ്ക്വാഡിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഏറെ കൊട്ടിഘോഷിച്ചു തുടങ്ങിയ കേരള ATSന് പിന്നീട് ഒന്നും ചെയ്യാനായില്ല. കേരളത്തെ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദത്തിന്റെ വിളനിലമാക്കിയപ്പോൾ കേരള ഭീകരവിരുദ്ധ സ്ക്വാഡ് വെറും കടലാസ് പിടികളായി മാറി. ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റുകൾ നടത്തുമ്പോഴും സ്വത്തുക്കൾ കണ്ടുകെട്ടുമ്പോഴുമൊന്നും കേരള ATS ചരിത്രത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസ് പ്രതി കേരള പോലീസിന് മുന്നിലൂടെയാണ് കൃത്യത്തിന് ശേഷം സുരക്ഷിതമായി നാടുവിട്ടത്. ഒടുവിൽ കേന്ദ്ര ഇന്റലിജൻസ് നൽകിയ റിപ്പോർട്ട് പ്രകാരം മഹാരാഷ്ട്ര ATS പ്രതിയെ പിടികൂടി. മാധ്യമങ്ങളിൽ നിന്നായിരുന്നു ഇക്കാര്യം ആദ്യം കേരള പോലീസ് അറിയുന്നത്. ഇതുൾപ്പെടെ കനത്ത നാണക്കേടുണ്ടാക്കിയ പശ്ചാത്തലത്തിലാണ് DGPയുടെ ആവശ്യം. ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ നിലവിലെ അംഗബലം പര്യാപ്തമല്ലെന്ന് DGP ചൂണ്ടിക്കാട്ടുന്നു. ഇത് വർദ്ധിപ്പിക്കണമെന്നാണ് പ്രധാന ആവശ്യം. ഇതിനൊപ്പം മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും DGP ശുപാർശ ചെയ്യുന്നുണ്ട്. ഭീകരതയ്ക്ക് കുടപിടിക്കുന്ന സമീപനമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി സംസ്ഥാന സർക്കാർ തുടരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കൊട്ടിഘോഷിച്ചു തുടങ്ങിയ കേരള ATS നിർജീവമായതും. DGPയുടെ പുതിയ ശുപാർശയിലും അതുകൊണ്ട് തന്നെ കാര്യമായി ഒന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല. തിരുവനന്തപുരത്ത് നിന്നും R. രാജീവ്, ജനം.